എൻ്റെ സൂര്യൻ എരിഞ്ഞടങ്ങി സന്ധ്യതൻ സ്വർണ്ണമേടയിൽ എൻ്റെ ഈ കുങ്കുമ പാടമാകവേ ഇന്നു കാത്തിരിഞ്ഞുവോ. അതെ, പല ചെറുപ്പക്കാരും ഗൾഫിൽ നിന്ന് പറയുകയാണ്, സാറേ ഞങ്ങളുടെ ജീവിതം ഇവിടെ ഇങ്ങനെ എരിഞ്ഞു തീരുകയാണ്, ഞങ്ങൾക്ക് പലതും ചെയ്യുവാനുള്ളത്, ഞങ്ങളുടെ നല്ല ചെറുപ്പം പലതും ചെയ്യാൻ സാധ്യതയുള്ളത്, ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഞങ്ങളുടെ നാടിൻ്റെ ശുദ്ധമായ വായു അതൊന്നും ശ്വസിക്കാതെ ഞങ്ങളിവിടെ എരിഞ്ഞു തിരികയാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയ സാധ്യതയുണ്ട്. അവരുടെ ജീവിതം അങ്ങനെ പൊലിഞ്ഞു പോകേണ്ടതില്ല. നമുക്ക് മുമ്പിൽ ഈ ലോകം മുഴുവൻ വിശാലമായി കിടക്കുകയാണ്. അവിടെ നമ്മുടെ കഴിവുകൾ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമുക്ക് പലതും ചെയ്യുവാൻ കഴിയും. ലോകം മുഴുവൻ ഒരു പണിക്കാരനായി ജോലിക്കാരനായി പോയിരുന്ന മലയാളികൾക്ക് ലോകം മുഴുവൻ നല്ല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നല്ല വിദഗ്ധ സേവനങ്ങൾ നൽകുന്ന വലിയ നല്ല സംരംഭകരായിട്ട് അറിയപ്പെടുവാൻ കഴിയും. അതിനുള്ള സാധ്യതകളുള്ള അനേക ആളുകളുണ്ട്. കോട്ടയത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ 2010-9 തോന്നുന്നു, അവിടെ അടുത്തുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് പറഞ്ഞു, സാറേ എൻ്റെ ഭർത്താവ് ഒരു കൂലിപ്പണിയാണ്, അതുകൊണ്ട് മാത്രം കുടുംബം നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ 6 മാസം 1 വർഷത്തിനകത്ത് അവർ എത്ര തവണ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. അത്രയേറെ തവണ ഓരോ കാര്യവും ചോദിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. എന്നാലും 6-7 മാസം കഴിഞ്ഞപ്പോൾ അവർ യൂണിറ്റ് സ്ഥലം പരിമിതിയുള്ള തൻ്റെ വീട്ടിൽ തുടങ്ങാൻ അനുവാദം കൊടുക്കാൻ പറ്റുകയില്ലായിരുന്നെങ്കിലും അവരുടെ ആ തീഷ്ണത ഉത്സാഹം കണ്ടിട്ട് മുനിസിപ്പാലിറ്റിയിലെ ആ ഉദ്യോഗസ്ഥനും മനസ്സലിഞ്ഞ് അവർക്ക് ആ സ്ഥാപനം ആ വീട്ടിൽ നടത്താനായിട്ട് നമ്പർ ഇട്ട് കൊടുത്തു. ഒരു മില്ല് തുടങ്ങി. ഈ അടുത്ത കാലത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അത് വലിയ അനുഗ്രഹമായി പോയി, അതുകൊണ്ടല്ലേ ഇപ്പോൾ പിള്ളേരുടെ പഠിത്തമെല്ലാം നടക്കുന്നത്. ഞാൻ ആ മില്ലൊക്കെ നല്ല വിപുലീകരിച്ചു, ഇപ്പം പുതിയ മുറിയൊക്കെ കൂട്ടിയെടുത്തു, നല്ല രീതിയിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകളെ ഒന്നുകിൽ വേസ്റ്റാക്കി കളയാം, അല്ലെങ്കിൽ അതിനെ ഉത്തേജിപ്പിച്ച് അതിനെ മൂർച്ച കൂട്ടി നിങ്ങൾക്ക് വലിയ സാധ്യതകൾ ഉണ്ടാകുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലായിരുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ കഴിവില്ലായിരുന്നു എന്ന് ധരിച്ചിരുന്ന ഒരു സ്ത്രീക്ക് അവർ മനസ്സ് വെച്ചപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ അത്താണിയായി തീരാൻ കഴിഞ്ഞതുപോലെ നിങ്ങൾ അനാവശ്യമായി നിങ്ങളുടെ ജീവിതം ഒരു ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബിനിയായിട്ട് അടുക്കളയിലെ ജോലി മാത്രം ചെയ്തോ, TV കണ്ടും സീരിയലുകൾ കണ്ടും ജീവിതം തള്ളി നീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ സമയങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയും, നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയും, നിങ്ങൾക്ക് വലിയ ഭാവി, വലിയ അപാരമായ സാധ്യതകൾ നിങ്ങൾക്കുണ്ടായി തീരുവാൻ സാധിക്കും. ഒരു കഥ ഞാൻ പറയട്ടെ. ഒരു മനുഷ്യൻ ഒരു പണിയില്ല, അവനൊരു എന്തെങ്കിലും പണി അന്വേഷിച്ചവൻ ഒരു പള്ളിയിൽ ചെന്നു. അപ്പോൾ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു, എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പണി തന്നാൽ കൊള്ളാമായിരുന്നു പറഞ്ഞു. അച്ഛൻ അവനെ ഒരു മണി അടിക്കാനും വല്ലത്തിനും വിടാനും ഒക്കെ ആയിട്ട് നിർത്താമെന്ന് വിചാരിച്ച് അവനോട് ചോദിച്ചു, നീ എത്രാം ക്ലാസ് വരെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടില്ല, അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഇവിടെ നിൽക്കേണ്ട കാര്യം, എന്തെങ്കിലും വലിയ എഴുത്ത് വായിക്കാനോ കത്ത് കൊണ്ടുപോകാനോ ഒക്കെ തന്നാൽ, എഴുത്തറിയാൻ മേലെ പിന്നെ നിർത്തിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. അവൻ ചെന്നപ്പോൾ ഒരു കടല വിൽപ്പനക്കാരൻ്റെ അടുത്ത് എന്തെങ്കിലും പണിയുണ്ടോ, ഞാൻ ചായ കുടിക്കാൻ പൈസ ഇല്ലഞ്ഞിട്ടാണെന്ന് പറഞ്ഞു നിന്നപ്പോൾ ആ കടല വിൽപ്പനക്കാരൻ പറഞ്ഞു, എന്നാൽ ഈ കടലപ്പൊതി നീ കൊണ്ട് വിറ്റഴിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ കടലപ്പൊതി വിൽക്കാൻ പോയി. പിന്നെ ആ കടല വിൽപ്പനക്കാരൻ്റെ സ്ഥിരം പണിക്കാരനായി കടല മേടിച്ചുകൊണ്ട് വരിക, വറക്കുക, കടല പൊതിയുക, വിൽക്കുക, ഇതെല്ലാം പണികൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനൊരു ദിവസം ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് കടല മേടിച്ചുകൂടാ, എല്ലാ പണിയും എനിക്കറിയാമല്ലോ,
അവൻ തുടങ്ങി കടൽക്കച്ചവടം. അങ്ങനെ വളർന്നു പോയ അവൻ ഒരു വലിയൊരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ തലവനായി മാറി. രാജ്യാന്തരമായ ഒരു വ്യവസായ സാമ്രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാർ ഒപ്പിടാൻ നേരത്ത് ആ ഒപ്പിടാനായിട്ട് പേന നീട്ടിയപ്പോൾ ഇദ്ദേഹം തൻ്റെ വിരൽ നീക്കി. കാരണം അക്ഷരാഭ്യാസമില്ല, ഉപ്പിട്ടാൻ അറിയില്ല. വിരൽ നീട്ടിയപ്പോൾ മറ്റവരെല്ലാം അമ്പരന്നു പോയി. ഇത്രയും വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ തലവൻ എഴുത്തറിയാൻ മേലാത്ത ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുത്തറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആ പള്ളിയിൽ മണി അടിച്ചുകൊണ്ട് നിൽക്കുകയുള്ളായിരുന്നു. അപ്പോൾ അതാണ് അയാൾക്ക് ഗുണം കിട്ടിയത്. ഒരു നിവൃത്തിയും ഇല്ലാത്ത വന്നതുകൊണ്ടാണ്, നിവൃത്തികേട് കൊണ്ടാണ് ഇത് തുടങ്ങിപ്പോയത്. അപ്പോൾ ചിലർ നിവൃത്തികേട് കൊണ്ട് ഒരു പ്യൂൺ ജോലി കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരു സംരംഭം തുടങ്ങുന്നത്. പക്ഷേ അവർ അനേകം മാനേജർമാർക്ക് ശമ്പളം കൊടുക്കുന്ന ആളായി മാറും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേസ്റ്റാക്കുന്ന സമയങ്ങൾ പ്രയോജനകരമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി ലഭിക്കുന്ന പല കാര്യങ്ങളും പഠിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കഴിവുകളെ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വലിയ ഒരു ഭാവി നിങ്ങളെ ശോഭനമാക്കുവാൻ സാധിക്കും. അതും മുഖാന്തരം നിങ്ങൾ വേസ്റ്റാക്കിക്കൊണ്ടിരുന്ന സമയങ്ങളെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ജോലി കൊടുക്കുവാനുള്ള ഒരു സംരംഭമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ എനിക്ക് പല ആളുകളും എഴുതുന്നു. ബോംബെയിലുള്ള ഒരു കുടുംബിനി എഴുതി, ഞാൻ ഹോൾസെയിൽ കടകളിൽ അന്വേഷിച്ച് ഞാൻ ചില തുണിയുടെ ചില ഗാർമെൻറ്റ്സ് പീസുകൾ വാങ്ങി ഞാൻ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ അത് വിൽക്കാനായിട്ട് എൻ്റെ പരിചയക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ വിൽക്കുന്നതിന്, അല്ല ബന്ധുക്കൾക്കും അല്ല കൂട്ടുകാർക്കും ഒക്കെ വിൽക്കാനായിട്ടുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണെന്ന് ഈ വീഡിയോകൾ കണ്ടതിൻ്റെ ഉത്തേജനത്തിൽ മറ്റൊരാൾ എഴുതി, എനിക്ക് ഞാൻ ഇപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്തു, ഇപ്പോൾ അത് വളരെ കൂടുതൽ കടകൾ 10-15 കടകളിലേക്ക് കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് മനസ്സ് വെക്കാൻ സാധിക്കും, നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആർജിക്കുന്ന പണം നമുക്കും ഗുണപ്പെടും, മറ്റുള്ളവർക്കും ഗുണമായി തീരും. എൻ്റെ പേര് ജേസൺ ചാക്കോ. വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ കഴിവുകളെ പോഷിപ്പിക്കുവാൻ പറ്റിയ പര്യാപ്തമായ അറിവുകളാണ് ഈ ചാനലിലൂടെ നൽകുന്നത്. താങ്ക് യു.